ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനി മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഉലത്താണ്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ലതാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് ചെമ്മീൻ ഉലത്താണ്. അത് എല്ലാവരും ഉണ്ടാക്കി നോക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കാനുള്ള ചേരുവകളാണ് ഇത്. 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ചതച്ച മുളക്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ പീസുകളായിട്ട് നുറുക്കിയത് 2 എണ്ണം, സോൾട്ട്, ഒരു ചെറിയ സവാള, 12 ചെറിയുള്ളി ചെറിയതായിട്ട് നുറുക്കിയത്, കറി ലീഫ്, 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. സവാള 1 ടേബിൾ സ്പൂൺ, രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി, കറി, ഒരൽപ്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് സോൾട്ട് തയ്യാറാവാൻ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചതച്ച മുളക് 1.5 ടീസ്പൂൺ, മാതിര നല്ലോണം ഒന്ന് മൂത്ത മണം വരുമ്പോൾ നല്ല ഒരു പച്ചക്കുത്തൊക്കെ പോയി നല്ല സ്മെല്ല് വരും. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, ഇതിങ്ങനെ നല്ല മൂത്ത സ്മെല്ല് വന്ന് നല്ലോണം മൂക്കുന്നവരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതെല്ലാം ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊട്ടറ്റോ 2 എണ്ണം മീഡിയം സൈസ് ചെറുതായിട്ട് മുറിച്ചത് ഇതിലിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഇതിലൊഴിക്കുക.
മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. മൂടി തുറന്ന് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ രണ്ടാമത് ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കുക. മൂടി മാറ്റി മിക്സ് ചെയ്ത് ആ പൊട്ടറ്റോ വെന്തോ ഇല്ലേന്ന് നോക്കിയിട്ട്, അപ്പോൾ അത് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം ഡ്രൈ ആവണ വരെ അത് വെള്ളം ശരിക്കും വലിയണം. അതുവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഡിഷ് ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഉപ്പേരി ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് മാങ്ങാ ചമ്മന്തിയാണ്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം.